അപ്പോൾ എല്ലാവർക്കും തെഞ്ചു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ കുറേ ക്ലിപ്പിങ്ങാണ് കേട്ടോ. നമ്മൾ ഇടാതെ വെച്ചിരുന്ന കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനാണ് വെറുതെ ഇടാതെ വെച്ചിരിക്കണേന്ന് വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്നെ വെച്ചിട്ട് ഇത് കുറേ കാര്യമില്ല, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പോകുന്നല്ലാതെ വേറെ യൂസൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അരങ്ങേറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഒരു എന്താണ് എനിക്കെന്താ പറയേണ്ടതെന്ന് കിട്ടണില്ല. നമ്മൾ അത്രയും നാൾ പഠിച്ചതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നൊരു ദിവസമാണ്. ബെനിഫിറ്റ് എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ആ ഒരു അരങ്ങേറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളും, പിന്നെ നമുക്ക് പ്രോഗ്രാമുകൾ ചെയ്യാം, ചിലങ്ക അണിയാം. പ്രോഗ്രാമുകൾക്ക് നമുക്ക് മുന്നും ചെയ്യാം, പക്ഷെ ചിലങ്ക അണിയാൻ പറ്റുക ആ ഒരു നിമിഷം എന്തുകൊണ്ടും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ ആ ഒരു ചിലങ്ക അണിയുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു അരങ്ങേറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ നാളത്തെ നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ഹാർഡ് വർക്കും അതൊക്കെ ഒന്ന് തന്നെയല്ലേ. നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ പാരൻസിൻ്റെ ഹാർഡ് വർക്കും അവർ സ്വപ്നം കണ്ടത് നമ്മളിലൂടെ നിറവേറ്റുന്ന ഒരു നിമിഷവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്താ പറയുക, മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ രാധുമാഷാണ് കേട്ടോ. രാധുമാഷും സാഗരേട്ടനും പിന്നെ 2-3 ചേട്ടന്മാരും കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ പേരാണ് പെട്ടെന്ന് പറയാനും ഒക്കെ കിട്ടുന്നത്, കാരണം അവരായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ എന്തിനങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അവർ എന്നെ പിന്നെ യൂട്യൂബർ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അലത്തിടുന്നു. അപ്പോൾ എനിക്ക് ഓരോ നിമിഷവും ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സാഗരേട്ടൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അന്ന് എന്താ പറയുക അരങ്ങേറ്റം നടത്തുന്നുണ്ടായിരുന്ന പിള്ളേർ. സ്റ്റേജിൽ കയറാൻ റെഡി ആയി നിൽക്കുന്ന സെറ്റാണ്. ഭരതനാട്യത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും സെറ്റാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നു, മാഷന്മാർക്ക് ദക്ഷിണ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മേനെ ഇപ്പോൾ വീഡിയോൻ്റെ ഇടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ആൻറ്റീനെ കണ്ടായിരുന്നു. ഇവരെ നമ്മൾ യൂട്യൂബേഴ്സാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ എനിക്ക് പേര് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ. അവരുടെ വീഡിയോസൊന്നും നമ്മളിപ്പോൾ കാണാറില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ നടക്കുകയാണ്. അവിടെ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടു. അപ്പോൾ കുറേ എന്താ പറയുക പ്രാർത്ഥിക്കുന്നു, കണ്ണിനെ കണ്ട് കുറേ നേരം എന്നൊക്കെ പറയുന്നു. ഒരു തടസ്സമില്ലാതെ ഒന്നുമില്ലാതെ എനിക്ക് കയറാൻ പറ്റണേന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ അമ്മ ഒക്കെ എൻ്റെ ബാഗൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു തിരക്കാണ്. പിന്നെ ഇത് അച്ചാച്ചനും അച്ചമ്മയാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ അനുഗ്രഹം എല്ലാം വേണമല്ലോ നമ്മുടെ ഒരു ഇതിന്. പിന്നെ അമ്മാമ്മ, അപ്പോൾ അമ്മാമ്മ ഏതാ പാവം കുറേ അങ്ങോട്ടും എൻ്റെ ബാഗൊക്കെ കൊണ്ടുപോകലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നിമിഷം എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു നിമിഷമാണ്. എനിക്ക് കരച്ചിൽ വരും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തിരക്കിൽ എനിക്ക് അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. പിന്നെ ജിസ്മി ആൻറ്റി, അനന്ത മാമനും എന്താ പറയുക സംഗീത ആൻറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ആ ഒരു നിമിഷത്തിൽ മറന്നു പോയി എന്നതാണ് സത്യം. അമ്മയ്ക്ക് ഓർമ്മയില്ലായിരുന്നു, പക്ഷെ അമ്മയത് പിന്നെയാണ് ഓർത്തത്. അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റാത്തതിൽ പിന്നെ അമ്മ വീട്ടിൽ വന്നപ്പോഴാണ് അത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക സങ്കടമായി കേട്ടോ. എനിക്ക് കരച്ചിൽ വരുന്ന വേറൊന്നുമല്ല, കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഏത് സ്റ്റേജിൽ കയറുന്നുണ്ടെങ്കിലും ഞാൻ അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ എവിടെ കയറുകയാണെങ്കിലും ഞാൻ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ഒരു മൊമെൻ്റ് എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ മനസ്സിൽ കിടന്നുപോയി. അപ്പോൾ കരയണതൊന്നും കാര്യമാക്കണ്ട, നമ്മുടെ ഒരു വിഷമവും നമ്മൾ കരച്ചിൽ വന്നാൽ കരയണം, അല്ലാതെ പിടിച്ചു വെച്ചിട്ട് എന്ത് കാര്യം. അപ്പോൾ ആ ഒരു മൊമെൻ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടത്.
അപ്പോൾ അതേ പിന്നെ ഞാൻ ഏത് സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ എൻ്റെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കും. ആ ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് എനിക്ക് കരച്ചിൽ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ കുറേ ഡാൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് കറണ്ടിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളതിൻ്റെ സോങ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാതെ വെച്ചിരുന്നത്. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പോകാന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ വീഡിയോ നോക്കിയിട്ടല്ലേ, വേറെ എവിടേക്കൊക്കെയോ നോക്കിയിട്ടാണ് വോയിസ് ടബ് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇവരെ 3 ആളെ കൊണ്ട് ഞാൻ എൻ്റെ കാലൊക്കെ പിടിപ്പിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചിലങ്ക ശരിയാക്കി തരാൻ അവരുടെ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അവരെല്ലാവരും എനിക്ക് മാറി മാറി ചിലങ്ക റെഡിയാക്കി തരുമായിരുന്നു. ജിസ്മിൻ്റെ ആയിക്കോട്ടെ, സംഗീതൻ്റെ ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, എല്ലാവരും ചിലങ്കി എൻ്റെ ഓരോന്നും ഇങ്ങനെ എന്ത് തെറ്റുണ്ടെങ്കിലും എന്തെങ്കിലും നമ്മൾ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെറ്റാക്കി തരുമായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മുടെ കുടുംബക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ബിന്ദു ആൻറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അരങ്ങേറ്റം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ദു ആൻറ്റി, അബ്ബാസിക്ക, അവരൊക്കെ എന്നെ വന്ന് കണ്ടിട്ട് അവർക്ക് പ്രോഗ്രാമിന് നിൽക്കാൻ പറ്റിയില്ല. അവരൊക്കെ എന്നെ കണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അമ്മായി വന്നു, വലിയമ്മായി വന്നു. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ, മൂത്ത പെങ്ങളാണ്. അപ്പോൾ വലിയമ്മായും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പോൾ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. അതിൽ കുറേ ഫോട്ടോസ് നമുക്ക് കിട്ടിയില്ല. അത് വേറൊരു ക്യാമറമാൻ വന്നിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഫോട്ടോസൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. മാമൻ്റെ കൂടെയൊക്കെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തൊന്നും നമുക്ക് കിട്ടിയില്ല. ഒക്കെ ഭയങ്കര എന്താ പറയുക, വിഷമമായിപ്പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത കുറേ ഫോട്ടോസ് കിട്ടിയില്ല എന്ന് പറയുമ്പം നമ്മളുടെ അത്രയും പ്രഷ്യസായ മൊമെൻറ്റിലെടുത്തത് മിസ്സായി പോകുമ്പോഴുള്ള ആ ഒരു സങ്കടം ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോസിൽ മാമൻ ആൻറ്റിയൊക്കെ ഉണ്ട്, ഉണ്ണി വന്നിട്ടുണ്ട്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്ത്. അപ്പോൾ ഉണ്ണി ജനിച്ചിട്ട് കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉണ്ണി ആച്ചുമോനെ അവിടെയൊക്കെ ഉണ്ട്. ആൻറ്റി അവിടെ നിന്ന് പരിപാടി കാണുന്നുണ്ട്. ആൻറ്റി മാമനെ നിന്ന് പരിപാടിയൊക്കെ ഒന്ന് കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ഡാൻസ് അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ വരാൻ വൈകിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉണ്ണീനെയും വെച്ചിട്ട് വേണ്ട വരാൻ. അപ്പം അങ്ങനെ പിന്നെ ഉണ്ണീനെ എടുത്തിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഉണ്ണിയാണെങ്കിൽ ഉണ്ണിക്ക് അറിയില്ലല്ലോ, ഉണ്ണിക്ക് അറിയില്ല എന്താണ് ഫസ്റ്റ് ടൈം അവൻ ജനിച്ചിട്ട് എന്നെ ഇങ്ങനെ ഒരു കോലത്തിൽ കാണുന്നുണ്ടാവുക. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഉണ്ണീനെ കൊണ്ട് വരണത് കേട്ടോ. അപ്പോൾ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിലൊക്കെ നിൽക്കുമ്പോൾ ആദ്യമായിട്ടല്ലേ കാണുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ഞാൻ ഉണ്ണീനെ കരഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ എടുത്തിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ പിന്നെ ഉറങ്ങണേൻ്റെ ആ ഒരു ഇതിലായിരുന്നു കേട്ടോ. ഏകദേശം ഒരു ഉച്ചരിയണ വരെ എൻ്റെ പരിപാടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മാമൻ്റെയും ആൻറ്റിയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങാണ്. അപ്പോൾ അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങി എന്താ പറയുക, ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ വളവളാന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിലെ കലവിലായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയാമല്ലോ. അപ്പം അങ്ങനെ അതെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഇതൊക്കെ കാണുന്നുണ്ടാവുക എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പം അങ്ങനെ ആച്ചുണ്ണിയായിട്ട് ഫോട്ടോ എടുത്തു, ആദുണ്ണിയായിട്ട് ഫോട്ടോ എടുത്തു, എൻ്റെ ഉണ്ണിയായിട്ട് ഫോട്ടോ എടുത്തു. എല്ലാവരുമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാ ഫാമിലിയും കൂടി നിന്ന് ഫോട്ടോ എടുത്തത് നമുക്ക് കിട്ടിയില്ല. അതായത് നമ്മളിപ്പോൾ മാമൻ ആൻറ്റിയൊക്കെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. എന്താ പറയാനാ, കിട്ടിയില്ല. അപ്പം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഭയങ്കര എന്താ പറയുക സന്തോഷത്തിലായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവരും വന്നതിൻ്റെയും ഒക്കെ ഒരു സന്തോഷം. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കൂട്ടനും ആച്ചുന്നൊക്കെ തല്ലുണ്ട് കേട്ടോ. അപ്പോൾ ആദുണ്ണിയാണെങ്കിൽ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്, എന്ത് ഈ സാധനം എന്നുള്ള ഒരു മട്ടിലാണ് ആദുണ്ണി നോക്കണത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേടാ, അതങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിക്കേണ്ടത് എന്ത് സാധനം, അപ്പോൾ ഞാൻ എന്നെ അറിയോ മനസ്സിലായോ. അപ്പോൾ ഞാൻ കരയുണ്ടാച്ചിട്ട് പിന്നെ ഞാൻ ഉണ്ണിയുടെ അടുത്തുനിന്ന് മാറി. അതാച്ചാൽ ചെറിയ കുട്ടികളല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിന് കോപ്പിറൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ മാമനും ആൻറ്റിയും കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മഴക്കാലമൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ണീനെയും കൊണ്ട് പിന്നെ പോകണ്ടേ.
അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ റീൽസൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, അതൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലുള്ളൊരിതാണ്. മോഹിനിയാട്ടവും ഭരതനാട്യം ഒരു മിക്സ് ഡാൻസാണ്. ഇത് ഏത് സോങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ സിന്തമിഴ് ആ ഒരു സോങ്ങിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ടീച്ചർ കൊറിയോഗ്രാഫി ചെയ്തതാണ് കേട്ടോ, ഈ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പാരൻസും കുട്ടികളും, അമ്മമാരും കുട്ടികളും തമ്മിലൊരു ഡാൻസ് പ്ലാൻ ചെയ്തിരുന്നു. അതേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകമേ നീരുള്ള മനവുമായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു എൻ്റെ അമ്മ സൂപ്പറാന്ന് പറഞ്ഞിട്ടൊരു സോങ് ആ ടൈമിൽ ട്രെൻഡിങ് ആയിരുന്നില്ലേ, അത് വെച്ചിട്ടൊരു കൊറിയോഗ്രാഫി. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വർണ്ണം കളിക്കാൻ, അതായത് 10 മിനിറ്റ് ഒരു ഡാൻസ് പഠിച്ച് കളിക്കുന്നതിനെയാണ് വർണ്ണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ വർണ്ണം കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണിത്, നിരഞ്ജന എന്ന് പറയും. അപ്പോൾ ആ കുട്ടീനെ ഇങ്ങനെ നടുക്കിൽ നിർത്തിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആ കുട്ടിയുടെ പേരൻസിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ആ കുട്ടി പ്രാക്ടീസിന് വരെ വേറെ ടൈമിൽ, ഞങ്ങൾ വരെ വേറെ ടൈമിൽ, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ പഠിച്ച ഐറ്റം സെയിം ആയതുകൊണ്ട് അതിലൊരു ഭാഗം നമ്മൾ കളിച്ചിട്ട് റീലെടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലെടുത്തു. പക്ഷേ ആ സമയത്ത് മഴ പെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഓടി കയറി പോന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ മഞ്ജുളാലല്ലല്ലോ ആ സൈഡിൽ നമ്മൾ ഇന്ന് റീലെടുക്കാനായിട്ട് പോകുന്നതാണ്. അങ്ങനെ അവിടെ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും നമ്മൾ ഫോണിൽ എടുത്തിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ക്യാമറ വെച്ച് നമ്മൾ അന്നിങ്ങനെ സ്റ്റാറ്റസ് ഇടാനൊക്കെ നമുക്ക് സോങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതാണ് ഞാൻ എൻ്റെ ബെസ്റ്റി ഡാൻസ് ക്ലാസ്സിൽ. ഞങ്ങളെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. പക്ഷെ ഞാനും ചേച്ചി ഇൻസ്റ്റയിലുള്ളതുകൊണ്ട് റീലൊക്കെ ചെയ്യാനായിട്ട് എടുക്കും. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആരതി എന്നാണ് പേര്. അപ്പോൾ ഞാൻ സൈമോൾ എന്നാണ് വിളിക്കുക. അപ്പോൾ സൈമോളായിട്ട് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു, ഞങ്ങളിത് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സീനിയേഴ്സ് കേട്ടോ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ അരങ്ങേറ്റം വരുന്നുണ്ട്. അതിന് നമ്മുടെ പുതിയ 2-3 പേരും കൂടി ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരു തന്നെയായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ അരങ്ങേറ്റമൊക്കെ നടത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു 6-7 മാസമായിട്ട് ഡാൻസിനൊന്നും ഞാൻ പോയിട്ടില്ല. ഓണം കഴിഞ്ഞ പിന്നെ പോയിട്ടില്ല, ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മാർച്ചിൽ എക്സാം കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഋതുമന്ത്ര ആ ചേച്ചിനെ കണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോയും ഫോട്ടോയും എടുത്താണ്. നല്ല നല്ല ക്യാരക്ടറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി നിൽക്കണുണ്ടോ, ആ ഫോട്ടോ എടുക്കുന്ന ആ കുട്ടിക്ക് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഡാൻസിന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്ക്, ഭയങ്കര ഇതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഇതിൻ്റെയൊക്കെയാണ്. പക്ഷെ എന്നെ തന്നെ ചൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ ഓരോ മൊമെൻറ്റ്സും എന്തൊക്കെയാണ് എനിക്ക് അന്നത്തെ ആ ഒരു ഓർമ്മയൊന്നും ആ ഒരു ദിവസമേ ഞാൻ മറക്കില്ല. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അത്രയും മനസ്സിൽ പതിഞ്ഞൊരു ദിവസമാണ്. ആ കഴിഞ്ഞ് നല്ല വയറ് കയറുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളി കുറച്ച് കൂടുതലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു മസാല ദോശ മേടിച്ചു, അത് കഴിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. കുറച്ച് വിഷവും കൂട്ടിയിട്ടാണ് കഴിക്കണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അലട്ടുണ്ട് കയ്യിൽ. അപ്പോൾ അതൊന്നും നോക്കിയില്ല. വിശന്നാൽ നിങ്ങളല്ലാതാവും എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു വീട്ടിൽ പോയിപ്പോൾ നമ്മൾ രാവിലെ അത് മേക്കപ്പ് ചെയ്ത് നിൽക്കുന്നതാണേ, ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും നമ്മുടെ മേക്കപ്പൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇതായാൽ മതി എന്ന് വെച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വന്നു ഒരു 2-3 റീലെടുത്തു. റീലുകൾ ഇങ്ങനെ എടുത്തിട്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെ റീലൊക്കെ എടുത്ത് അതിനെ വേഗം ഓരോന്നായിട്ട് മാറ്റുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ സാരി മാറ്റാൻ പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് അമ്മ ഹെയറും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. പിന്നെ മേക്കപ്പ് കളയാന്നുള്ളത് ഇത്തിരി ടാസ്ക്കായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു അരങ്ങേറ്റത്തിൻ്റെ മൂക്കുത്തിയൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പ് കളയാൻ ഒരു ഹെവി മേക്കപ്പ് അല്ലേ, അപ്പോൾ അത് കളയാനുള്ളത് കുറച്ച്
ടഫായിരുന്നു. എണ്ണയൊക്കെ തേച്ച് നല്ല മസാജ് ചെയ്ത് 2-3 തവണ കഴുകിയിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം കുളിച്ചിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.